ദ്രോണ കോച്ചിങ് 2026 സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ആഗ്നേയ ശിലകളെക്കുറിച്ചാണ് പഠിച്ചത്. ഇനി അവസാദ ശിലകൾ, കായാന്തരിത ശിലകൾ എന്നിവയെക്കുറിച്ച് പഠിക്കണം. അവസാദങ്ങൾ അടിഞ്ഞുകൂടി രൂപം കൊള്ളുന്ന ശിലകളാണ് അവസാദ ശിലകൾ. ശിലകൾ പൊടിയുന്ന ആഗ്നേയ ശിലകൾ പൊടിഞ്ഞുണ്ടാകുന്ന അവസാദങ്ങൾ, മറ്റ് ജൈവവസ്തുക്കൾ എന്നിവ ചേർന്ന് രൂപം കൊള്ളുന്നതാണ് അവസാദ ശിലകൾ. പ്രകൃതി ശക്തികളായ കാറ്റ്, ഒഴുക്കുജലം, ഹിമാനികൾ, വേലിയേറ്റ വേലിയിറക്കങ്ങൾ, തിരമാലകൾ തുടങ്ങിയ പ്രകൃതി ശക്തികളുടെ പ്രവർത്തന ഫലമായി രൂപം കൊള്ളുന്നതാണ് അവസാദ ശിലകൾ. അപ്പോൾ അവസാദ ശിലകൾ എന്താണ്? കാറ്റ്, ഒഴുക്കുജലം, ഹിമാനികൾ, തിരമാലകൾ, വേലിയേറ്റ വേലിയിറക്കങ്ങൾ തുടങ്ങിയ പ്രകൃതി ശക്തികളുടെ പ്രവർത്തന ഫലമായി രൂപം കൊള്ളുന്നതാണ് അവസാദ ശിലകൾ. ഈ അവസാദ ശിലകൾക്ക് ഉദാഹരണം കൽക്കരി, പെട്രോളിയം, അതുപോലെ ചുണ്ണാമ്പുകല്ല്, മണൽക്കല്ല്. ഇതൊക്കെ ഏതിന് ഉദാഹരണങ്ങളാണ്? അവസാദ ശിലകൾക്ക് ഉദാഹരണങ്ങൾ ആണ്. ഇനി ഈ അവസാദ ശിലകൾ പാളികളായി കാണപ്പെടുന്നു. ഓരോ സമയങ്ങളിൽ പാളികളായി നിക്ഷേപിക്കപ്പെട്ട് പാളികളായി കാണപ്പെടുന്നത് കൊണ്ട് ഇവയെ അടുക്ക് ശിലകൾ എന്ന് പറയുന്നു. അടുക്ക് ശിലകൾ അല്ലെങ്കിൽ സ്തരിത ശിലകൾ എന്നും വിളിക്കാറുണ്ട്. സ്തരങ്ങളായി കാണപ്പെടുന്നു, പാളികളായി കാണപ്പെടുന്നത് കൊണ്ട് സ്തരിത ശിലകൾ എന്നും വിളിക്കുന്നു. പിന്നീട് ഇതിന് ജലജന്യമായിട്ട് ഉണ്ടാകുന്ന ശിലകൾ ആണ്. അതുകൊണ്ട് കൂടി ഇതിനെ ജലഗർഭ ശിലകൾ എന്നും വിളിക്കാറുണ്ട്. ഇപ്പോൾ ഫോസിലുകൾ കാണപ്പെടുന്ന ശിലകളാണ് അവസാദ ശിലകൾ. ഇപ്പൊ ജൈവ വസ്തുക്കളൊക്കെ അടിഞ്ഞുകൂടി രൂപം കൊള്ളുന്നത് കൊണ്ട് ഇതിലെ ഫോസിലുകൾ കാണപ്പെടുന്നു. ഇപ്പൊ സ്തരിത ശിലകൾ എന്നും അടുക്ക് ശിലകൾ എന്നും അറിയപ്പെടുന്നത് ഏത് ശിലകളാണ്? അവസാദ ശിലകളെ ആണ് അറിയപ്പെടുന്നത്. പെട്രോളിയം, ശിലാതൈലം എന്നറിയപ്പെടുന്ന പെട്രോളിയം ഒരു അവസാദ ശില ആണ്. അപ്പൊ പെട്രോളിയം ശിലാതൈലം എന്നാണ് അറിയപ്പെടുന്നത്. ഇനി അവസാദ ശിലകള് 3 തരത്തിൽ രൂപം കൊള്ളുന്നുണ്ട്. ഒന്നാമത്തേത് ബലഗർഭമായി രൂപം കൊള്ളുന്നവ, സമ്മർദ്ദത്തിന്റെ ഫലമായി രൂപം കൊള്ളുന്നവ. അതിന് ഉദാഹരണമാണ് മണൽക്കല്ല്, ലോയസ്, ഷെയിൽ. ഇതൊക്കെ എന്തിന് ഉദാഹരണങ്ങളാണ്? ബലതന്ത്രമായി രൂപം കൊള്ളുന്ന അവസാദ ശിലകൾക്ക് ഉദാഹരണമാണ്. ബലഗർഭമായി രൂപം കൊള്ളുന്ന അവസാദ ശിലകൾക്ക് ഉദാഹരണങ്ങളാണ്. രണ്ടാമത്തത് രാസപ്രവർത്തനത്തിന്റെ ഫലമായി രൂപം കൊള്ളുന്നവ. രാസപ്രവർത്തനത്തിന്റെ ഫലമായി രൂപം കൊള്ളുന്നവ ജിപ്സം, കല്ലുപ്പ്, ഹാലൈറ്റ് എന്നിവ അതിന് ഉദാഹരണങ്ങൾ ആണ്. രാസപ്രവർത്തനത്തിന്റെ ഫലമായി എന്ത് രൂപം കൊള്ളാറുണ്ട്? അവസാദ ശിലകൾ രൂപം കൊള്ളാറുണ്ട്. അടുത്തത് ജൈവവസ്തുക്കളിൽ നിന്ന് രൂപം കൊള്ളുന്നവ, ജൈവികമായി രൂപം കൊള്ളുന്നവ. അപ്പൊ അതിൽ വരുന്നതാണ് ചോക്ക്, ചുണ്ണാമ്പുകല്ല്, കൽക്കരി. ഇതൊക്കെ ഏതിൽ? പെട്രോളിയം. ഇതൊക്കെ ജൈവവസ്തുക്കളിൽ നിന്ന് രൂപം കൊള്ളുന്നവ ആണ്. ജൈവവസ്തുക്കളിൽ നിന്ന് രൂപം കൊള്ളുന്നവ ഏതൊക്കെയാണ്? ചോക്ക്, ചുണ്ണാമ്പുകല്ല്, കൽക്കരി, പെട്രോളിയം മുതലായവ ജൈവികമായി രൂപം കൊള്ളുന്നവ ആണ്. ഇനി കാറ്റിന്റെ നിക്ഷേപ പ്രക്രിയ മൂലം രൂപം കൊള്ളുന്നവയുണ്ട്. അവയെ ലോയസ് എന്ന് അറിയപ്പെടുന്നു. ലോയസ് എന്ന് അറിയപ്പെടുന്നത് കാറ്റിന്റെ നിക്ഷേപ പ്രക്രിയ മൂലം രൂപം കൊള്ളുന്നവയാണ്. ഹിമാനികളുടെ നിക്ഷേപ പ്രക്രിയ മൂലം രൂപം കൊള്ളുന്നത് ടിലൈറ്റുകൾ എന്ന് അറിയപ്പെടുന്നു. ടിലൈറ്റുകൾ എന്ന് അറിയപ്പെടുന്നു. അപ്പോൾ ഇത്രയാണ് അവസാദ ശിലകളെ കുറിച്ച് പറയുന്നത്. അപ്പോൾ അവസാദ ശിലകൾ, അവസാദങ്ങൾ അടിഞ്ഞുകൂടി ഉണ്ടാകുന്ന ശിലകൾ പാളികളായി കാണപ്പെടുന്നു. അതുകൊണ്ട് സ്തരിത ശിലകളെന്നും അടുക്ക് ശിലകളെന്നും അറിയപ്പെടുന്നു. ശിലാതൈലം എന്നറിയപ്പെടുന്ന പെട്രോളിയം ഒരു അവസാദ ശിലയാണ്. അപ്പോൾ ഫോസിലുകൾ കാണപ്പെടുന്ന ശിലകളാണ് അവസാദ ശിലകൾ. അവസാദ ശിലകളെ 3ആയി തിരിക്കുന്നു. ഒന്ന് ബലഗർഭമായി രൂപം കൊള്ളുന്നവ, ഉദാഹരണം മണൽക്കല്ല്, കളിമണ്ണ്, ഷെയിൽ. ഇതൊക്കെ ലോയസ്. ഇതൊക്കെ ബലഗർഭമായി രൂപം കൊള്ളുന്നവയാണ്. ഇനി രാസപ്രവർത്തനത്തിന്റെ ഫലമായി രൂപം കൊള്ളുന്നവ ജിപ്സം, കല്ലുപ്പ്, ഹാലൈറ്റ് എന്നിവ. പിന്നീട് ജൈവികമായി രൂപം കൊള്ളുന്നവ, ജൈവവസ്തുക്കളിൽ നിന്ന് രൂപം കൊള്ളുന്നവ കൽക്കരി, പെട്രോളിയം, ചുണ്ണാമ്പുകല്ല്, ചോക്ക് മുതലായവ
അതിന് ഉദാഹരണങ്ങൾ ആണ്. ഇത്രയാണ് അവസാദ ശിലകളെക്കുറിച്ച് പറയുന്നത്. ഇനി കായാന്തരിത ശിലകളെക്കുറിച്ചാണ് പറയാനുള്ളത്. മൂന്നാമത്തേത് കായാന്തരിത ശിലകൾ. ഉന്നതമായ മർദ്ദം, ഊഷ്മാവ് എന്നിവയുടെ ഫലമായി ശിലകൾക്ക് രൂപമാറ്റം സംഭവിച്ചുണ്ടാകുന്നതാണ് കായാന്തരിത ശിലകൾ. ആഗ്നേയ ശിലകൾക്കും അവസാദ ശിലകൾക്കുമൊക്കെ രൂപമാറ്റം സംഭവിച്ചുണ്ടാകുന്ന ശിലകളാണ് കായാന്തരിത ശിലകൾ. ഉന്നതമായ ഊഷ്മാവ്, മർദ്ദം എന്നിവയുടെ ഫലമായി രൂപമാറ്റം സംഭവിച്ചുണ്ടാകുന്ന ശിലകളാണ് കായാന്തരിത ശിലകൾ. നൈസ്, ഷിസ്റ്റ്, ക്വാർട്ട്സൈറ്റ്, മാർബിള് ഇതൊക്കെ കായാന്തരിത ശിലകൾക്ക് ഉദാഹരണങ്ങളാണ്. ഇനി കായാന്തരീകരണം 2 തരത്തിലുണ്ട്. ചൂട് മൂലം ഉണ്ടാകുന്ന കായാന്തരീകരണമാണ് താപീയ കായാന്തരീകരണം. അതുപോലെ മർദ്ദത്തിന്റെ ഫലമായി ഉണ്ടാകുന്ന കായാന്തരീകരണത്തെ ബലതന്ത്ര കായാന്തരീകരണം എന്ന് പറയുന്നു. ഇനി ഇതിൽ പറയാനുള്ളത് കായാന്തരിത ശിലകൾ ഏതൊക്കെ ശിലകൾ കായാന്തരിത ശിലകളായി രൂപം മാറുന്നു, ആ രൂപം മാറി വരുന്ന ശിലകൾ ഏതൊക്കെയാണെന്ന്. ഗ്രാനൈറ്റ് നൈസായും, ബസാൾട്ട് സിസ്റ്റായും, മണൽക്കല്ല് ക്വാർട്ട്സൈറ്റായും, ചുണ്ണാമ്പുകല്ല് മാർബിളായും, കളിമണ്ണ് ഷെയിൽ എന്നിവ സ്ലേറ്റായും, കൽക്കരി ഗ്രാഫൈറ്റായും മാറുന്നു. അപ്പോൾ ഓരോ ശിലകളുടെ കായാന്തരിത രൂപങ്ങളാണിത്. ബസാൾട്ട് സിസ്റ്റ് ആയും, ഗ്രാനൈറ്റ് നൈസ് എന്ന കായാന്തരിത ശിലയായും, കളിമണ്ണ് ഷെയിൽ എന്നിവ സ്ലേറ്റായും, ചുണ്ണാമ്പുകല്ല് മാർബിളായും, കളിമണ്ണ് ക്വാർട്ട്സൈറ്റായും മണൽക്കല്ല് ക്വാർട്ട്സൈറ്റായും, അതുപോലെ കൽക്കരി ഗ്രാഫൈറ്റായും മാറുന്നു. അപ്പോൾ ഇത്രയാണ് ശിലകളെ കുറിച്ച് പറയുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് PSC പരീക്ഷകളിൽ ചോദ്യങ്ങൾ ഉറപ്പായും ഉണ്ടാകുന്നതാണ്. ഈ വീഡിയോ ആദ്യമായി കാണുന്നവർ ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്ത് പ്രോത്സാഹിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു.